ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെയിൻബോ ഡ്രീംസ്. ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കാണുന്നത് നിറയെ പൂത്ത് നിൽക്കുന്ന പെട്രിയ പ്ലാന്റ് ആണ് കേട്ടോ. ഒരു 4 വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചതാണ് ഈ പെട്രിയ. ഇത്രയും പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പം ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. രാവിലെ എണീറ്റിട്ട് ഈ മുറ്റത്തൊക്കെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇത് നമ്മളുണ്ടാക്കിയ ഫെയറി ഗാർഡൻ ആണ്. ഇതിലിപ്പോൾ ചെടികളൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ പുല്ലുകൾ ഇടയ്ക്ക് ഉണ്ടാവും, അതിങ്ങനെ ഞാൻ പറിച്ചു കൊടുക്കും. രാവിലെ മുറ്റത്ത് ഒരുപാട് പവിഴമല്ലിപ്പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പൂവാണ് കേട്ടോ ഇത്. രാവിലെ പുട്ടും സ്റ്റൂ ആണ് കേട്ടോ ഭക്ഷണം. വേഗം കഴിച്ചിട്ട് റെഡി ആവണം. ഇന്ന് എറണാകുളത്ത് പോകാനുണ്ട്. PSCയുടെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട് എനിക്ക്. അപ്പം ഞാനും അമ്മയും കൂടിയാണ് പോകുന്നത്. PSCയുടെ ഓഫീസ് വരുന്നത് എറണാകുളം സൗത്തിലാണ്. അപ്പം ഞങ്ങൾ ആലുവയിൽ നിന്ന് മെട്രോയ്ക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. സൗത്ത് മെട്രോ ഇറങ്ങിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ക്രോസ് ചെയ്യാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. റെയിൽവേ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ PSC ഓഫീസിലെത്തി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ വെരിഫിക്കേഷൻ വേഗം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി ഞങ്ങൾ ലുലു മാളിലേക്കാണ്. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്. നോൺ ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് PVRന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. बड़ी दुविधा थी, फिर हमने सोचा हटाओ यार, मटर पनीर पे कॉन्सेंट्रेट करो. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പാരഗണിലേക്ക് പോയി. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, നല്ല ഫുഡാണ്. നെയ്ച്ചോറും ബീഫ് റോസ്റ്റാണ് കേട്ടോ ഞാൻ കഴിച്ചത്. അമ്മ ഒരു ചിക്കൻ ബിരിയാണിയും കഴിച്ചു. തിരിച്ചിറങ്ങിയപ്പം നേരെ ഹാംലേസിൻ്റെ ഒരു ഷോപ്പ് കണ്ടു. ജസ്റ്റ് ഷോപ്പ് ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ കയറി. ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല രസമുള്ള ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഈ ഒരു സ്ക്രഞ്ചീസിനും ഹെയർ ബാൻഡ്സിനൊക്കെ. ടോയ്സിൻ്റെ സെക്ഷൻ കാണാൻ നല്ല രസമാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ടോയ്സാണ്. ഈ ആനക്കുട്ടന്മാരെയൊക്കെ നോക്കിയേ, എന്ത് രസമാണ്. ബെയറിൻ്റെ ടോയ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പേപ്പ പിഗിൻ്റെയും പിന്നെ ബാർബിയുടെ ഒക്കെ ടോയ്സ് ഉണ്ടായിരുന്നു. ഈ ക്രാബിനെ നോക്കിയേ, നല്ല ഭംഗി. അധികം നിർത്തിയാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് അമ്മ പറഞ്ഞു വേഗം നമുക്ക് പോകാമെന്ന്. പിന്നെ ഞങ്ങൾ ക്രോസ് വേർഡിലൊന്ന് കയറി. സ്റ്റേഷനറിയുടെ ആളായതുകൊണ്ട് എനിക്ക് അവിടെ ചെന്ന ഇഷ്ടം പോലെ സാധനങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ആ സെക്ഷനിലേക്ക് തന്നെയാണ് ആദ്യം പോയത്. നമുക്ക് ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന പല ടൈപ്പുള്ള ബുക്കുകളുണ്ടായിരുന്നു. ഈ കാറ്റിൻ്റെ പിക്ചറൊക്കെ ഉള്ള ബുക്ക് നല്ല രസമുണ്ടായിരുന്നു. ഈ ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ വാങ്ങിച്ചു. ഇത് കണ്ടോ, ഒരു മിനിയേച്ചർ ടൈപ്പ് ബുക്ക് ഉണ്ടായിരുന്നു അവിടെ. ഇത് ശരിക്കും നമ്മൾ വിചാരിക്കും ഇത് വെറുതെ നമുക്ക് കാണാൻ മാത്രം ഒരു രസത്തിന് അവർ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കുറേ വേർഡിങ്സ് ഒക്കെ ഉണ്ട്. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ല രസമുള്ള സാധനമാണ്.
പോക്കറ്റ് പ്ലാനേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. മിനി നോട്ട്ബുക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു കീ ചെയിൻ ഉണ്ടായിരുന്നു. ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഇതെന്തോ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു കവറാണ്. ഇതാണ് റീഡിംഗ് ബുക്സിൻ്റെ സെക്ഷൻ. മലയാളത്തിലുള്ള ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ബുക്സും ഉണ്ട്. അവർ ഫാൾട്ടിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഈ ബുക്ക് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വരുമ്പോൾ വാങ്ങിക്കണം. കോയിൻ കളക്ഷൻ്റെ ബോക്സ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇതൊരു ബുക്ക് മാർക്കാണ്. ഇത്രയും സാധനമാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത്. ഇനി ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ക്യാമറ അലൗഡ് അല്ല. അപ്പം തിരിച്ചിറങ്ങിയിട്ട് കാണാം. ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. മെട്രോയ്ക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇനി വീട്ടിലേക്ക് ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.